ബംഗ്ലാദേശ് ഇതിഹാസ താരമായ ഓൾറൗണ്ടർ ഷാക്കിബ് അൽ ഹസൻ രാജ്യാന്തര ടെസ്റ്റ് 2020 ഫോർമാറ്റുകളിൽ നിന്നും തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് മുന്നോടിയായി മാധ്യമങ്ങളെ കാണുമ്പോഴാണ് താരം തന്റെ വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചത്. അടുത്ത മാസം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മീർപൂരിൽ നടക്കുന്ന ടെസ്റ്റോടെ വിരമിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും താരം വെളിപ്പെടുത്തി. സുരക്ഷാ കാരണങ്ങളാൽ അത് സാധ്യമായില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ കാൺപൂരിൽ നടക്കുന്ന ടെസ്റ്റ് തന്റെ വിരമിക്കൽ ടെസ്റ്റ് ആയിരിക്കുമെന്നും ഷാക്കിബ് തുറന്നു പറഞ്ഞു. 2020 ലോകകപ്പിൽ കളിച്ച അവസാന മത്സരമാണ് തന്റെ വിരമിക്കൽ മത്സരമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. 2025 ചാമ്പ്യൻസ് ട്രോഫിയോടെ ഏകദിന ക്രിക്കറ്റ് മതിയാകുമെന്നും താരം വെളിപ്പെടുത്തി. 2020 ക്രിക്കറ്റിൽ 129 മത്സരങ്ങളിൽ 13 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ 2551 റൺസും 149 വിക്കറ്റും ഷാക്കിബിന്റെ പേരിൽ സ്വന്തമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ദീർഘകാലം ഒന്നാം നമ്പർ ഓൾറൗണ്ടറായിരുന്ന 37-കാരൻ കൂടിയാണ് താരം. 2007 നടന്ന മത്സരത്തിൽ ഇന്ത്യക്കെതിരെയായ ഷാക്കിബിന്റെ അരങ്ങേറ്റം. 2020 ക്രിക്കറ്റിലൂടെ ക്രിക്കറ്റിൽ തന്റെ അരങ്ങേറ്റം കുറിച്ച ഷാക്കിബ് 2007 ആദ്യ 2020 ലോകകപ്പ് മുതൽ ജൂണിൽ നടന്ന അവസാന 2020 ലോകകപ്പ് വരെ ബംഗ്ലാദേശിനായി കളിച്ചു. ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ റൂബൽ എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിലാണ് ഷാക്കിബിനെ പ്രതി ചേർത്തിരിക്കുന്നത്. റൂബൽ മരിച്ചത് പ്രതിഷേധത്തിന്റെ ഭാഗമായ റാലിക്കിടെ വെടിയേറ്റായിരുന്നു. ഇതിനു പിന്നാലെ ഷാക്കിബിനെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് റൂബലിന്റെ പിതാവ് കോടതിയെ സമീപിച്ചു. എന്നാൽ ഷാക്കിബ് കുറ്റക്കാരനാണെന്ന് തെളിയുന്നതുവരെ കളി തുടരാമെന്നായിരുന്നു ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനം. ഷെയ്ഖ് ഹസീന ഭരണത്തിന് വിരാമമിട്ട ഓഗസ്റ്റ് മാസത്തിലെ ആഭ്യന്തര കലാപത്തിനു ശേഷം ഷാക്കിബ് അൽ ഹസൻ ബംഗ്ലാദേശിലേക്ക് തിരികെ പോയിട്ടില്ല. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിൽ അംഗം കൂടിയാണ് താരം. ധാക്കയിൽ നടന്ന ഒരു കൊലപാതക കേസിലും പ്രതി ചേർക്കപ്പെട്ടു. അനീതിക്കെതിരെ നിശബ്ദത പാലിച്ചെന്ന പേരിൽ ബംഗ്ലാദേശിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടികൾ ഷാക്കിബിനെതിരെ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്യുകയുണ്ടായി.